എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എടാ മക്കളെ, ഓണപ്പരീക്ഷയും എത്തി. കുറേ കുട്ടികൾ നല്ല പഠനത്തിലാണ്, സീരിയസ് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല, പരീക്ഷയുടെ തലേദിവസം തുടങ്ങാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുറേ മക്കളുണ്ട്. പിന്നെ ചിലർക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട്, എന്തൊക്കെ പഠിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. സോ ഈ വീഡിയോ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നമ്മൾ ഇന്ന് പറയുന്നത് കെമിസ്ട്രിയിലെ 2 ചാപ്റ്റർ മെയിൻ ആയിട്ട് എല്ലാ സ്കൂളിലും കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ചില സ്കൂളിൽ 3rd ചാപ്റ്റർ കുറച്ച് വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അത് പഠിക്കുക. നിങ്ങളുടെ സ്കൂളിൽ എത്രമാത്രമാണോ പഠിപ്പിച്ചിട്ടുള്ളത് അത്രയും പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ, അതായത് അഡീഷണൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാത്ത പാഠഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ടീച്ചേഴ്സ് ആ ക്വസ്റ്റ്യൻസ് മാറ്റിത്തരികയോ അതല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും സൊല്യൂഷൻസ് ടീച്ചേഴ്സ് കണ്ടെത്തുകയോ ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, എടാ മക്കളെ, 2 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ, അതായത് നിങ്ങൾ ഈ സാധനങ്ങൾ ആദ്യം പഠിക്കണം, അതിനുശേഷം നിങ്ങൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഇതൊരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി പഠിക്കുന്ന മക്കളെല്ലാവരും പഠിച്ച് നമ്മളോട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും പഠിക്കാത്ത, ഇനിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പാസ്സാകണം, നല്ല മാർക്ക് മേടിക്കണം എന്നാഗ്രഹിക്കുന്ന വളരെ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു 30 ലെവലിലേക്കൊക്കെ, 40-ൽ ഒരു 30 മാർക്കൊക്കെ നേടുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് നമ്മൾ പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിൽ, സാധാരണഗതിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും ടോപ്പിക്സിൽ നിങ്ങൾ എഴുതിയെടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ എടാ മക്കളെ, കെമിസ്ട്രിയിൽ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമെറിസം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ 2 സെക്ഷനാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ആദ്യം നിങ്ങൾക്ക് ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ നാമകരണം, അതാണ് പഠിക്കാനുള്ളത്. അതിനുശേഷം ഐസോമെറിസം എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത്, ഹൈഡ്രോ കാർബൺസുകളെ നമ്മൾ പ്രധാനമായിട്ട് 3ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, അങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവർ ഒരു ജനറൽ ഫോർമുലയുണ്ട്. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഈ ചോദ്യമാണ്. നമ്മുടെ പരീക്ഷകളിൽ പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ജനറൽ ഫോർമുല. അപ്പോൾ ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല, ആൽക്കീൻ്റെ ജനറൽ ഫോർമുല, ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല നിങ്ങൾ ആദ്യം പഠിക്കണം. ഓക്കെ, ഇനിയാടാ മക്കളെ, നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും ഈ ചാപ്റ്ററിൽ നിന്ന് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും അത് കാണും. അതായത് ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് തരും, അതിൻ്റെ IUPAC നെയിം എഴുതുക എന്നുള്ളതാണ്. അതായത് ആൽക്കൈൻ്റെ, ആൽക്കീൻ്റെ, ആൽക്കൈൻ്റെ നോമൻക്ലേച്ചർ, IUPAC നെയിമിങ് ചെയ്യുക എന്നുള്ളത് ഷുവറായിട്ട് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും 1 മാർക്ക്, 2 മാർക്ക്, നിങ്ങൾക്ക് ബ്രാഞ്ചഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് ABC പാർട്ടുകൾ വരുന്ന ചോദ്യങ്ങൾ, ഇതിലൊക്കെ നിങ്ങൾക്ക് നെയിമിങ് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായിരിക്കും. സോ നെയിമിങ്ങിൻ്റെ ബേസിക് റൂള് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ല നല്ല വീഡിയോസ് ഉണ്ട് നെയിമിങ് മാത്രം. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ആൽക്കൈൻ്റെ, ആൽക്കീൻ്റെ, ആൽക്കൈൻ്റെ, അതിൻ്റെ ബ്രാഞ്ചുണ്ട്, മോർ ദാൻ 1 ബ്രാഞ്ച് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ്സുകൾ വരുന്നതിൻ്റെ നെയിമുണ്ട്. ഇപ്പോൾ ക്ലോറോ, മീഥേൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള നെയിമിംഗ് ഉണ്ട്. ആൽക്കഹോളിൻ്റെ നെയിമിംഗ് ഉണ്ട്. ഈ ഒരു നെയിമിംഗ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും ഈ ചാപ്റ്ററുകളിൽ നിന്ന് ഇത് പഠിക്കണം. ഓക്കെ, നിങ്ങൾക്ക് നെയിമിങ് ചെയ്തു നോക്കുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രോ എക്സ്പ്ലെയിൻസ് എന്ന് പറഞ്ഞ പേജ് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ 2ാമതായിട്ട് പഠിക്കേണ്ടത് നെയിമിംഗ് ആണ്. മറക്കരുത്, കൃത്യമായിട്ടത് പഠിക്കണം. ഇനിയാടാ മക്കളെ, 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം പറയട്ടെ. എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്ന് ചോദിക്കും. അതായത് നമുക്കറിയാം, നോർമലി നമ്മുടെ ഒരു ആൽക്കൈനിൽ നിന്നും ഒരു ഹൈഡ്രജൻ പോകുമ്പോൾ, ഒരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കൈലായിട്ടുള്ള മീഥൈലുണ്ട്, ഈഥൈലുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആൽക്കൈൽ എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കും. എന്നിട്ട് ഇപ്പോൾ മീഥൈലിൻ്റെ ഒരു ഫോർമുല തരും, ഒരു മോളിക്കുലർ ഫോർമുല നിങ്ങൾക്ക് തരും. എന്നിട്ട് അത് ഏതാണെന്ന്, ഇപ്പോൾ CH3 എന്ന് തന്നു കഴിഞ്ഞാൽ, CH3 എന്ന് തന്നു കഴിഞ്ഞാൽ അത് ഏത് ആൽക്കൈൽ ഗ്രൂപ്പാണ്? അത് മീഥൈലാണ്. CH2CH3 ഏത് ആൽക്കൈൽ ഗ്രൂപ്പാണ്? ഈഥൈലാണ്. ഇങ്ങനെ ഒരു ചോദ്യം എൻ്റെ മക്കൾ പ്രതീക്ഷിച്ചോണം. ഓക്കെ, നമ്മൾ ഓൾറെഡി നെയിമിങ് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് മെയിൻ ബ്രാഞ്ച് ഏതാണ്, മെയിൻ ബ്രാഞ്ചിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ, അതായത് നെയിമിങ്
കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എത്ര കാർബൺ ഉണ്ട്, എത്ര മെയിൻ ചെയിൻ ഏതാണ്, ഏതാണ് ബ്രാഞ്ചിന്റെ പൊസിഷൻ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ നെയിമിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിലുണ്ട്, എഴുതി വെച്ചു. ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ കാണും. ഓക്കെ, ഇനി എൻ്റെ മക്കൾ പഠിക്കേണ്ട 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഡെഫിനിഷനാണ് മക്കൾ അടുത്തതായിട്ട് പഠിക്കേണ്ടത്. 1 മാർക്കിന് ചോദിക്കാം ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ പഠിക്കുന്നത് പാഠഭാഗം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പിനെ പറ്റി പഠിക്കുന്നുണ്ട്, അല്ലെ, കാർബോക്സൈൽ ഗ്രൂപ്പിനെ പറ്റി പഠിക്കുന്നുണ്ട്, ആൽഡിഹൈഡ് ഗ്രൂപ്പുകളെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്, ഹാലോ ഗ്രൂപ്പുകളെ പറ്റി പഠിക്കുന്നു. ഇതെല്ലാം എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് നമ്മൾ പഠിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ് അതിന്റെ ഫോർമുലയെ നിങ്ങൾ പഠിക്കണം. മാച്ച് ദ ഫോളോവിങ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ടാണ് ഓരോ കോമ്പൗണ്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനം, അല്ലെ, ഈ ആൽക്കഹോൾ എന്താണ്? OH ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പുകൾ ഫങ്ഷണൽ ഗ്രൂപ്പുകളായിട്ട് വരുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ആൽക്കഹോൾ. അപ്പൊ നമുക്കൊരു 1 മാർക്കിന് ചോദിക്കും എന്താണ് ആൽക്കഹോൾ, എന്താണ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? CHO ഗ്രൂപ്പുകൾ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ ആൽഡിഹൈഡുകൾ എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം എൻ്റെ മക്കൾ പ്രതീക്ഷിച്ചോണം. എന്താണ് ആൽക്കഹോൾ, എന്താണ് എസ്റ്റർ, എന്താണ് ആൽഡിഹൈഡ്, എന്താണ് കാർബോക്സിലിക് ആസിഡ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണും. മനസ്സിലായി? ഇതെല്ലാം നമ്മുടെ ആ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെയും താഴെ വരുന്ന 1ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടോപ്പിക്കാണ്. ആൽക്കഹോൾ എന്താണ്, ആൽഡിഹൈഡ് എന്താണ് എന്നുള്ളൊരു ചോദ്യമായിരിക്കും, എന്നൊരു ടോപ്പിക്കായിരിക്കും നിങ്ങൾ ആ ഒരു ചാപ്റ്ററിലെ ഈ പറഞ്ഞ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ താഴെ വരുന്ന ആദ്യത്തെ 2ാമത്തെ പോയിന്റുകളായിട്ട് വരുന്നത്. ഇപ്പൊ എൻ്റെ മക്കൾ ആദ്യം അത് ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ് നമ്മുടെ ബെൻസീൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ബെൻസീൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. C6H6 ആണ് ബെൻസീൻ്റെ മോളിക്കുലാർ ഫോർമുല, അല്ലേ. അതിനുശേഷം നിങ്ങളോട് പറയുന്നതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. അപ്പം നിങ്ങളൊരു ബെൻസീൻ്റെ ഒരു സ്ട്രക്ചർ വരയ്ക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് പഠിക്കണം. ബെൻസീനിൽ നിന്ന് ചോദ്യം ചോദിക്കാനാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ബെൻസീൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് തരും, ആ ഒരു പടം തരും. എന്നിട്ട് അതെന്താണ്, അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്താണ്, ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബെൻസീനിൽ നിന്ന് ചോദിക്കുന്ന ഈ ചോദ്യങ്ങളായിരിക്കും. ആ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. ഇത് പല വിദ്യാർത്ഥികൾക്കും ഡൗട്ട് ഉള്ള ഒരു സാധനമാണ്, അല്ലെ. കാരണം കുറെ കൺഫ്യൂഷൻസ് ഉണ്ടടാ മക്കളെ. അപ്പൊ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? നിങ്ങൾ ആദ്യം ഐസോമെറിസത്തിന്റെ ഡെഫിനിഷൻ പഠിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ചെയിൻ ഐസോമെറിസത്തിന്റെയും പൊസിഷൻ ഐസോമെറിസത്തിന്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസത്തിന്റെയും മെറ്റാമെറിസത്തിന്റെയും ഡെഫിനിഷൻ പഠിക്കണം. ഈ ഒരു സാധനം 1 മാർക്കിന് ചോദിക്കും. നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും തെറ്റിയാൽ പോലും, നിങ്ങളെല്ലാം കൂടെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും തെറ്റിയാൽ പോലും ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ അത് പഠിക്കണം. അതൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കാം. ഈ നിങ്ങളൊരു ഡെഫിനിഷൻ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റ് ഡെഫിനിഷനുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലടാ, ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ട് അടുത്ത ഡെഫിനിഷൻ പഠിക്കാൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യം ക്ലിയർ ആവും. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പം നിങ്ങൾ അടുത്ത പഠിക്കേണ്ട എന്താ? ഈ ഡെഫിനിഷൻസ് എല്ലാം കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഇനി എൻ്റെ മക്കൾക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കുറെ കോമ്പൗണ്ടുകൾ തരും, എന്നിട്ട് ഇതിൽ പൊസിഷൻ ഐസോമെറിസം കാണിക്കുന്നത് ഏത്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം കാണിക്കുന്നത് ഏത്, മെറ്റാമെറിസം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്കിത് വീഡിയോ കേട്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളോട് ഒന്ന് ചോദിച്ചാൽ മതി. എടാ മക്കളെ, ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്, അല്ലേ. ഈ ക്വസ്റ്റ്യനകത്ത് ഈ കോമ്പൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഫങ്ഷണൽ ഐസോമെറിസത്തിനെ പറ്റിയിട്ട് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. പല തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഫങ്ഷണൽ ഐസോമെറിസം എഴുതാൻ, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് കണ്ടെത്തിയതിന്റെ ഫങ്ഷണൽ ഐസോമർ എഴുതാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ് അത് പെട്ടെന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞുതരാം. എടാ, 2 കോമ്പൗണ്ടുകൾ ഒരുമിച്ച് ഫങ്ഷണൽ ഐസോമെറിസം കാണിക്കും. അതായത് നമ്മുടെ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പിന്റെ കൂടെ ഫങ്ഷണൽ ഐസോമെറിസം കാണിക്കുന്നത് ആൽക്കോക്സി ഗ്രൂപ്പുകളായിരിക്കും. ഓക്കെ, ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് OH ആണ്. ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ? OR ആണ്. അതായത് നിങ്ങൾ ഒന്നും നോക്കണ്ട, OHഉം Oയും വരുന്ന എക്സാമ്പിൾ നോക്കുക. എന്നിട്ട് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല, അതായത് എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ടെന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്കുക. അപ്പോൾ ഒരുപോലെ വരുന്നതുണ്ടെങ്കിൽ, OHലും O വരുന്ന കോമ്പൗണ്ടുള്ള ഗ്രൂപ്പുകൾ ഒരുപോലെ വരുന്നവയുണ്ടെങ്കിൽ അവ രണ്ടും എന്തായിരിക്കും? അവ രണ്ടും ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം കാണിക്കുന്നവരായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക്
ഒന്നാമത്തതും അതോടൊപ്പം തന്നെ മൂന്നാമത്തതും. ഒന്നാമത്തത് മൂന്നാമത്തതും നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് മൂന്നാമത്തതിന്റെ മോളിക്കുലർ ഫോർമുല ഒന്നാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ OH ഉം Oയും. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം കാണിക്കുന്ന രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു OH ഉം ഒന്ന് Oയും ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ അത് രണ്ടും ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് വന്നതെന്ന് മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് മറ്റ് രണ്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒന്നാമത്തതും അഞ്ചാമത്തതും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കാണാൻ വേണ്ടി കഴിയും. OH കൊണ്ട് OU കൊണ്ട് മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. അപ്പോൾ OHന്റെ കൂടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം കാണിക്കുന്നത് O വരുന്ന ആൽക്കോക്സി ഗ്രൂപ്പ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ കൂടെ ഏതാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആൽക്കഹോളിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ കൂടെ ഏതാ വരുന്നതെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ കൂടെ വരുന്നതാണ് കീറ്റോ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അതായത് CO. ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ CHO ആണ്, കീറ്റോ എന്ന് പറയുമ്പോൾ CO ആണ് അല്ലെ. അപ്പോൾ രണ്ട് എക്സാമ്പിളിൽ ഒന്ന് CHO ഉണ്ടെങ്കിൽ CHOയുടെ ഫങ്ഷണൽ ഐസോമറിസമായിട്ട് വരുന്നത് CO ഗ്രൂപ്പുള്ള എക്സാമ്പിൾ ആണ് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ മോളിക്കുലർ ഫോർമുല നിങ്ങൾ എണ്ണി നോക്കുക. മോളിക്കുലർ ഫോർമുല എഴുതുക. കാർബൺ എത്ര ഉണ്ട്, ഹൈഡ്രജൻ എത്ര ഉണ്ട്, ഓക്സിജൻ എത്ര ഉണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. മോളിക്കുലർ ഫോർമുല രണ്ടും സെയിം ആണെങ്കിൽ അവ രണ്ടും ഫങ്ഷണൽ ഐസോമറിസം കാണിക്കുന്നവരായിരിക്കും. ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, നിങ്ങൾക്കൊരു ആൽക്കഹോൾ തന്നു, ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള OH ഗ്രൂപ്പുള്ള ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് തന്നു. നിങ്ങളെടുക്കെ പറയുന്നത് എന്ത് എഴുതാനായിരിക്കും? അതിന്റെ ഫങ്ഷണൽ ഐസോമർ എഴുതാനായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ OH ഗ്രൂപ്പ് ആണെങ്കിൽ ഫങ്ഷണൽ ഐസോമറിസം വരുമ്പോൾ അവിടെ വരേണ്ട ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തായിരിക്കും? ആൽക്കോക്സി ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ, OR ആയിരിക്കും. അപ്പോൾ O വരുന്ന രീതിയിൽ വേണം എഴുതാൻ. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ബ്രോ എക്സ്പ്ലെയിൻസ് എന്ന് പറഞ്ഞ പേജിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസത്തെ പറ്റി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓരോ ഡെഫിനിഷൻ പഠിക്കുക. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും മനസ്സിലാകുന്നെങ്കിൽ നമ്മുടെ പേജിലോട്ട് ഒന്ന് ചോദിച്ചു, നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതിന്റെ ലിമിറ്റേഷൻ കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പോൾ ഓരോന്നിനെ പഠിക്കുക. ഇതുപോലെ തന്നെ മെറ്റാമറിസം ഉണ്ട്, മെറ്റാമറിസം കാണിക്കുന്ന കോമ്പൗണ്ടുകളുണ്ട്, ഈ കാര്യങ്ങൾ കൂടി പഠിക്കുക. ഓക്കെ, ഇനി മെറ്റാമറിസത്തിൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സാധാരണഗതിയിൽ മെറ്റാമറിസം കാണിക്കുന്നത് ഒരു കീറ്റോ ഗ്രൂപ്പുകളും ഒരു ആൽക്കോക്സി ഗ്രൂപ്പുകളുമായിരിക്കും. ഓക്കെ, അതായത് O ഗ്രൂപ്പും രണ്ട് സൈഡ് O വരുന്നില്ല, OR വരുന്നില്ല, അതും അതുപോലെ തന്നെ CO വരുന്ന ഗ്രൂപ്പുകളും ആയിരിക്കും. വേറെ ഒരു കോമ്പൗണ്ടും മെറ്റാമറിസം കാണിക്കത്തില്ല. വേറെ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാലും അവിടെ മെറ്റാമറിസം കാണിക്കത്തില്ല. അപ്പോൾ സോ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി മക്കളെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഏകദേശം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, എടാ മക്കളെ, രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ രണ്ടാമത്തെ ചാപ്റ്റർ എടുക്കുമ്പോൾ അതിനകത്ത് കുറേ കെമിക്കൽ റിയാക്ഷൻ, ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അതിനുശേഷം ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്, അതിൻ്റെ പ്രിപ്പറേഷൻ ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പ്രിപ്പറേഷൻ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും കാണും. അപ്പൊ നമുക്ക് ഏതൊക്കെ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പ്രിപ്പറേഷൻ ആണ് പഠിക്കാനുള്ളത്? മെഥനോളിന്റെ പഠിക്കാനുണ്ട്, എഥനോളിന്റെ പഠിക്കാനുണ്ട്, എഥനോയിക് ആസിഡിന്റെ പഠിക്കാനുണ്ട്, എസ്റ്റേഴ്സിന്റെ പഠിക്കാനുണ്ട്. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ഇത് കുറച്ചൊക്കെ ലോജിക്ക് വെച്ചിട്ടോ ഈവൻ ബൈഹാർട്ട് ചെയ്താലോ പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതാൻ വേണ്ടി കഴിയും. ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എഥനോയിക് ആസിഡ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ എഥനോയിക് ആസിഡ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ ഉണ്ട്, ഇത് എഴുതാൻ വേണ്ടി ചോദിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിലെയും എല്ലാ സംഭവത്തിനും നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ വേണ്ടി കഴിയും. ഇപ്പൊ എസ്റ്റേഴ്സിന്റെ കേസിൽ എന്താണ് എസ്റ്ററിഫിക്കേഷൻ, എസ്റ്റേഴ്സിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്, ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ നമ്മൾ എഥനോളിന്റെ എടുത്തു കഴിഞ്ഞാൽ എഥനോളിന്റെ ഫോർമുല ചോദിക്കാം, അതിന്റെ യൂസസ് ചോദിക്കാം, അതിന്റെ ഫോർമേഷൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതിന്റെ കെമിക്കൽ ഇക്വേഷൻ പഠിക്കുക. അതിനുശേഷം വാഷ് എന്താണ്, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്താണ്, പവർ ആൽക്കഹോൾ എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്താണ്, ഈ കാര്യങ്ങൾ 1 മാർക്കിന് നിങ്ങൾക്ക് ഒരു ചോദ്യം നിങ്ങൾക്ക് കാണും. അപ്പൊ എൻ്റെ മക്കൾ ആദ്യം രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഈ സാധനമാണ്. ഇനി ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ മെഡിസിൻ, അതിനകത്ത് അനാൽജസിസ്, ആന്റിബയോട്ടിക്, ആന്റിപയററ്റിക്, ഇങ്ങനെയുള്ള കുറേ മെഡിസിനുകൾ കാണാം. അതിന്റെ ഫംഗ്ഷനും അതിന്റെ എക്സാമ്പിളും നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോവിങ് ആയിട്ട് ചോദിക്കാം. ക്ലിയർ ആയോ? എൻ്റെ മക്കൾക്ക് ഇത് രണ്ടും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും.
പിന്നീടാണ് നമുക്ക് വരുന്നത് കെമിക്കൽ റിയാക്ഷൻസുകൾ. കെമിക്കൽ റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്, അഡീഷൻ റിയാക്ഷൻ ഉണ്ട്, പോളിമറൈസേഷൻ റിയാക്ഷൻ ഉണ്ട് അല്ലേ. അങ്ങനെ ഒരു 4-5 ടൈപ്പ് റിയാക്ഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ്? ഓരോ റിയാക്ഷൻ്റെയും ഡെഫിനിഷൻ പഠിക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണ്, അഡീഷൻ റിയാക്ഷൻ എന്താണ്, പോളിമറൈസേഷൻ റിയാക്ഷൻ എന്താണ്, ഇങ്ങനെയുള്ളതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ ആദ്യം പഠിക്കണം. ഡെഫിനിഷൻ 1 മാർക്ക് നിങ്ങൾക്ക് ചോദിക്കാം. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് തരും. ഈ എക്സാമ്പിൾസ് തന്നിട്ട് അത് വെച്ചിട്ട് ഇത് ഏത് റിയാക്ഷനാണ്, ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യൂ എന്നൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ നോട്ട്സ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയൂ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് നമ്മുടെ പേജിൽ മെസ്സേജ് അയച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, എടാ മക്കളെ ഫ്രീ ആണിതല്ല, ഒരു പേടും അല്ല, നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, നിങ്ങൾ ഈ സ്ക്രീനിൽ ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്. കുറേ കെമിക്കൽ ഇക്വേഷൻസുകൾ നിങ്ങൾക്ക് തരും, എന്നിട്ട് അതിൻ്റെ നെയിം ഓഫ് റിയാക്ഷൻ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ അതിൻ്റെ ബേസിക് ഐഡിയ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പോലും, നമ്മൾ കുറേ ഇക്വേഷൻ ഒന്നും കാണാപ്പാടം പഠിക്കണ്ട, ബേസിക് ആയിട്ട് ഈ സാധനം എന്താണ് എന്ന് പഠിച്ചാൽ പോലും നമുക്ക് ഇതെന്ത് ചെയ്യാൻ വേണ്ടി കഴിയും, നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത് പെട്ടെന്ന് എങ്ങനെ എളുപ്പത്തിൽ ഓർത്തിരിക്കാം എന്നുള്ള കാര്യം വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി, നമ്മളത് പറഞ്ഞുതരും. അപ്പോൾ ഇതൊരു ചോദ്യം മക്കളെ പ്രതീക്ഷിച്ചോണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, ഇനി നമ്മൾ ഓരോ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഒന്നൊരു പോളിമറൈസേഷൻ റിയാക്ഷൻ. എന്താണ് പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് ചോദിക്കും. ഇനി നമുക്ക് ഈ പോളിമറൈസേഷൻ റിയാക്ഷനിൽ തന്നെ നമ്മൾ പഠിക്കേണ്ട കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പോളിവിനൈൽ ക്ലോറൈഡ് PVCൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ പോളിത്തീൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട്, ഇക്വേഷൻ ഉണ്ട്. നമ്മളത് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നതായതുകൊണ്ട് നിങ്ങൾ അത് പഠിക്കണം. അവിടെ ഉപയോഗിക്കുന്ന മോണോമർ എന്താണ്, അവിടുത്തെ പോളിമറിൻ്റെ നെയിം എന്താണ്, ഈ 2 കാര്യം ഉണ്ടല്ലോ. അതുപോലെ ടെഫ്ലോൺ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 3 എണ്ണമാണ്: പോളിത്തീന്, PVC പോളിവിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ എന്ന് പറഞ്ഞാൽ പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ. ഓക്കെ, ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ കുറേ അഡീഷൻ പോളിമറിൻ്റെ പേര് തന്നിട്ടുണ്ട്. അതിൻ്റെ മോണോമർ ഏതാണ്, അതിൻ്റെ പോളിമർ ഏതാണ്, അതിൻ്റെ യൂസസ് ഏതാണെന്നുള്ള കാര്യം നമ്മളിത് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ടൻസേഷൻ പോളിമർ പല ടൈപ്പ് ഉണ്ട് അല്ലെ, അതിന് എക്സാമ്പിൾ ഏതാണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേറൊരു ചോദ്യം, കുറേ പോളിമർ നമുക്ക് തരും, അതിൽ അഡീഷൻ പോളിമറിനും കണ്ടൻസേഷൻ പോളിമറിനും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് കൃത്യമായിട്ട് ഈ വീഡിയോ കേട്ട് നിങ്ങൾ നോട്ട്സ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കി അത് പഠിക്കണം. ഏതെങ്കിലും പോർഷൻസ് മനസ്സിലാകുന്നില്ല, ക്ലിയർ ആവുന്നില്ല, നോട്ട്സ് വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇനി ഇത് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അത് നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലുകളിലും അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലിൽ അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളിടും. കമ്മ്യൂണിറ്റി ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമ്പോൾ ലിങ്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. അപ്പോൾ മക്കളെല്ലാവരും നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്ത് നിൽക്കുക. ഓക്കെ, കമ്മ്യൂണിറ്റി ചാനലിൽ ജോയിൻ ചെയ്ത് നിൽക്കുക. ബാക്കി എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മളോട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാകുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി, എന്തൊക്കെ പഠിക്കണമെന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ഒരു കമൻറ്റ് ഇടുക എന്നുള്ളത് മാത്രമാണ്. കാരണം കമൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. ഓക്കെ.